നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് അസംഷൻസ്? അതായത് ഗോയിങ് കൺസേൺ അസംഷൻസ് ഉണ്ട്, കൺസിസ്റ്റൻസി അസംഷൻ ഉണ്ട്, ആക്യുറേറ്റ് അസംഷൻ ഉണ്ട്. അപ്പോൾ അതിൽ എന്താണ് അസംഷൻ എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻസ് ആർ ബേസിക് റൂൾ ഓർ കണ്ടീഷൻ ദാറ്റ് ആർ assumed to be followed while preparing financial statement. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ കണ്ടീഷൻസോ റൂളുകളോ പ്രൊവൈഡ് ചെയ്യും. അപ്പം അതിനെയാണ് നമ്മൾ എന്താ പറയുക, അത് അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക അസംഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദീസ് അസംഷൻസ് ആർ ഫോളോഡ് ദേ നീഡ് ടു ബി ഡിസ്ക്ലോസ് സെപ്പറേറ്റ്ലി ദ 3 ഫണ്ടമെൻ്റൽസ് ഓഫ് അക്കൗണ്ടിങ്. ഇങ്ങനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഈ കണ്ടീഷൻസോ റൂൾസോ വെക്കുന്ന ഇതിനനുസരിച്ചിട്ടുള്ള അസംഷൻസ് 3 ടൈപ്സ് ഉണ്ട്. അതാണ് ഗോയിങ് കൺസേൺ. ഫസ്റ്റ് വൺ ആണ് ഗോയിങ് കൺസേൺ അസംഷൻ. ഗോയിങ് കൺസേൺ അസംഷൻ ഇവിടെ പറയുന്നത് ഇറ്റ് അസ്യൂംസ് ദാറ്റ് ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻ ഫോർസബിൾ ഫ്യൂച്ചർ. അതായത് നമ്മളെ ബിസിനസ് എങ്ങനെ നമുക്ക് ഫ്യൂച്ചറിൽ എങ്ങനെ കണ്ടിന്യൂറ്റ് ചെയ്ത് പോവാന്നുള്ളത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ദർ ഈസ് നോ ഇൻറ്റൻഷൻ ടു ക്ലോസ് ഓർ റെഡ്യൂസ് ടു സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ. അതായത് നമുക്കിവിടെ ഒരു ഇൻറ്റൻഷനും വരുന്നില്ല. അതായത് നമ്മളെ ഓപ്പറേഷൻസ് ക്ലോസ് ചെയ്യാനോ അത് റെഡ്യൂസ് ചെയ്യാനോ വേറൊരു തരത്തിലുള്ള ഇൻറ്റൻഷൻസും നമുക്ക് ഈ ഗോയിങ് കൺസേൺ അസംഷൻ യൂസ് ചെയ്തുകൊണ്ട് വരുന്നില്ല. ഓക്കെ, therefore assets are recorded at cost, not liquidations value. അതായത് നമ്മൾ ഇവിടെ ഇത് റെക്കോർഡ് ചെയ്യുന്നത് കോസ്റ്റിലായിട്ടാണ് അവർ വാല്യൂ കാൽക്കുലേറ്റ്, അത് ലിക്വിഡേഷൻ ഫോമിൽ അവർ എന്താണ് വാല്യൂ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി കൺസിസ്റ്റൻസി അസംഷൻ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക അല്ലേ, നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാക്കാം കൺസിസ്റ്റൻ്റ്. അതായത് ബിസിനസ് മസ്റ്റ് യൂസ് ദ സെയിം അക്കൗണ്ടിങ് മെത്തേഡ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫ്രം വൺ പീരീഡ് ടു അനദർ. ഒരു പീരീഡിൽ നിന്ന് മറ്റൊരു പീരീഡിലേക്ക്, മറ്റൊന്ന് ഗോയിങ് കൺസേൺ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥക്ക് അനുസരിച്ചിട്ട് നമ്മളെ അക്കൗണ്ടിങ് മാറ്റാണ് ഗോയിങ് കൺസേണിൽ വരുന്നത്. മറ്റൊരു കൺസിസ്റ്റൻ നമ്മൾ ഒരു പീരീഡ് മുതൽ മറ്റൊരു പീരീഡ് വരെ ത്രൂ ഔട്ട് ഏത് ഇതാണോ യൂസ് ചെയ്യുന്നത് അതന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ഇവിടെ ദിസ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് കമ്പാരിസൺ ഓവർ ഡിഫറെൻറ്റ് പീരീഡ്. ഇത് ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് പീരീഡിലുള്ള കമ്പാരിസൺ ഇവിടെ പോസിബിൾ ആയിട്ട് വരുന്നുണ്ട്. എനി ചേഞ്ചസ് ഇൻ മെത്തേഡ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. അതായത് ഓരോ ഡിഫറെൻറ്റ് പീരീഡിലും നമുക്ക് കമ്പാരിസൺ നടത്താൻ പറ്റൂലേ, അവിടെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഓരോ നമ്മൾ പറഞ്ഞ ബിസിനസ് പീരീഡ് ഒന്നെങ്കിൽ 6 months അല്ലെങ്കിൽ 1 year ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആ മറ്റേ ഫസ്റ്റ് പീരീഡിനെക്കാട്ട് ഇത് സെക്കൻഡ് പീരീഡായിട്ട് നമുക്ക് കമ്പാരിസൺ നടത്താനൊക്കെ പറ്റും. പിന്നെ എനി ചേഞ്ച് ഇൻ മെത്തേഡ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. എന്തെങ്കിലും ചേഞ്ച് ഇവിടെ വരികയാണെങ്കിൽ ചേഞ്ച് ഇൻ മെത്തേഡ് മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ്. അതായത് ഏതെങ്കിലും ഒരു ചേഞ്ച് നമ്മളവിടെ മെത്തേഡിൽ വരികയാണെങ്കിൽ നമ്മളവിടെ മാറ്റം വരുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആക്യുറേറ്റ് അസംഷൻ ഇവിടെ പറയണത് വെച്ചാൽ റവന്യൂ എക്സ്പെൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാൻ. റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ റെക്കോർഡ് വെൻ ദേ ആർ ഏൺ ഓർ ഇൻകേർഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. അതായത് നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴോ പെയ്ഡ് ചെയ്യുമ്പോഴോ അല്ല റവന്യൂ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അവർ ഏൺ ചെയ്താൽ പോലും നമുക്കവിടെ ഒരു അസംഷനിലായിട്ട് നമ്മൾ ആക്യുറൽ അസംഷനായിട്ട് നമ്മളവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ദ ഹെൽപ്പ് ഇൻ ഷോയിങ് ദ ട്രൂ പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദ പീരീഡ്. ഇവിടെ ഈ ആക്യുറൽ അസംഷനിലാണ് നമുക്ക് ട്രൂ ആയിട്ട് അവിടെ പ്രോഫിറ്റും ലോസും ഉള്ള പീരീഡായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണായിട്ട് വരുന്നത് നമ്മൾ അക്കൗണ്ടുകളെ ക്ലാസിഫൈ ചെയ്യാണ്.
ഏതൊക്കെ രീതിക്കാണ് അക്കൗണ്ടുകൾ ക്ലാസിഫൈ ചെയ്യാണ്. അതായത് പേഴ്സണൽ അക്കൗണ്ടും ഇംപേഴ്സണൽ അക്കൗണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. അതിൽ പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നതാണ് അക്കൗണ്ട് ഫോർ ഡെപ്റ്റേഴ്സ്, അക്കൗണ്ട് ഫോർ ക്രെഡിറ്റേഴ്സ്. അത് ക്രെഡിറ്റേഴ്സിനും ഡെപ്റ്റേഴ്സിനുള്ള അക്കൗണ്ടായിട്ടാണ് പേഴ്സണൽ അക്കൗണ്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇംപേഴ്സണൽ അക്കൗണ്ടിൽ പറയുന്നത് റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. റിയൽ അക്കൗണ്ടിൽ തന്നെ ടാഞ്ചിബിൾ ഫോർ ഓൾ കൈൻഡ്സ് ഓഫ് ഫിസിക്കൽ പ്രോപ്പർട്ടി, എല്ലാ ടൈപ്പ് ഫിസിക്കൽ പ്രോപ്പർട്ടിക്കും ടാഞ്ചിബിളായിട്ട് റിയൽ അക്കൗണ്ട് കണക്കാക്കിയിട്ടുണ്ട്. നോമിനൽ അക്കൗണ്ടിൽ പറയുന്ന ഇൻടാഞ്ചിബിൾ ആണ്, അതായത് ഫോർ എക്സ്പെൻസ്, റവന്യൂ ആൻഡ് അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് ടാഞ്ചിബിൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എല്ലാ എക്സ്പെൻസിനെയും റവന്യൂവും ക്യാപിറ്റലിനെയും ഇൻടാഞ്ചിബിൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വേണം പേഴ്സണൽ അക്കൗണ്ട്. പേഴ്സണൽ അക്കൗണ്ട് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട് ആർ ദ അക്കൗണ്ട്സ് ദാറ്റ് റിലേറ്റഡ് ടു പേഴ്സൺ വെദർ റിയൽ ഓർ ആർട്ടിഫിഷ്യൽ. അതായത് പേഴ്സണൽ അക്കൗണ്ട് പറഞ്ഞാൽ പേഴ്സണിന് റിലേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. അതിൽ റിയൽ ആവാം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ അക്കൗണ്ടായിട്ട് പേഴ്സണൽ അക്കൗണ്ട് മാറാം. ഓക്കെ, പേഴ്സണൽ അക്കൗണ്ട് ഒന്നെങ്കിൽ റിയൽ ആയിട്ടോ ആർട്ടിഫിഷ്യൽ ആയിട്ടോ മാറാം. അതൊരു പേഴ്സൺസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് പേഴ്സണൽ അക്കൗണ്ട് ഉണ്ടാവുക. ഇനി പേഴ്സണൽ അക്കൗണ്ടിനെ നമുക്ക് നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ടും ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടും റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടായിട്ട് അങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. അതിൽ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നതാണ് ദിസ് അക്കൗണ്ട് ബിലോങ് ടു റിയൽ ഹ്യൂമൻ ബീങ്സ്. അതായത് ഒരാളുടെ അക്കൗണ്ട്, ഇപ്പോൾ രമാസ് അക്കൗണ്ട്, അപ്പൂസ് അക്കൗണ്ട്, അമിത് അക്കൗണ്ട്, അങ്ങനെ പോലെ ഒരാളെ അക്കൗണ്ടിനെയാണ് നമ്മൾ നാച്ചുറൽ പേഴ്സണൽ അക്കൗണ്ട് പറയുന്നത്. ഇനി ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാണെങ്കിൽ ദിസ് അക്കൗണ്ട് ബിലോങ് ടു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഓർഗനൈസേഷൻ ക്രിയേറ്റഡ് ബൈ ലോ. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഒരു ഓർഗനൈസേഷൻ്റെയോ അക്കൗണ്ട്, അതായത് ഒരു ലോ ബേസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഒരു ഓർഗനൈസേഷൻ്റെയോ അക്കൗണ്ടിനെ നമ്മൾ ആർട്ടിഫിഷ്യൽ അക്കൗണ്ട് എന്ന് പറയും. അതിൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ കോളേജ്, സ്കൂളുകൾ ഒക്കെ ഉള്ള അക്കൗണ്ടുകളൊക്കെ എന്താണ് ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ടാണ്. പിന്നുള്ളത് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ. അത് ദീസ് റെപ്രസെൻറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ സെർട്ടൈൻ കണ്ടീഷൻ. അതായത് നമ്മളൊരു ഗ്രൂപ്പിംഗ് അക്കൗണ്ട് പോലെ തുടങ്ങുക അല്ലേ. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്, അതായത് എംപ്ലോയീസുകൾ തമ്മിൽ പ്രീപെയ്ഡ് റെൻ്റ് അക്കൗണ്ട്, പിന്നെ ആക്കേഡ് കമ്മീഷൻ അക്കൗണ്ട് ഒക്കെ എന്താണ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ടായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ മെയിനായിട്ട് പറയുന്നത് എന്താണെന്നാൽ ഡെബിറ്റ് റിസീവ് ചെയ്യുന്ന ഡെബിറ്റ് അക്കൗണ്ട് ഒന്നും നമുക്ക് കൊടുക്കുന്നതിന് ക്രെഡിറ്റ് അക്കൗണ്ടായിട്ടാണ് പേഴ്സണൽ അക്കൗണ്ടിൽ പറയാം. അതായത് ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ പേഴ്സണൽ അക്കൗണ്ട് നമ്മൾ പറയും. ഇനി ഇംപേഴ്സണൽ അക്കൗണ്ടാണ് പറയുന്നത്. ഇംപേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇംപേഴ്സണൽ അക്കൗണ്ട് ആർ നോട്ട് റിലേറ്റഡ് ടു എനി പേഴ്സൺ. ദേ ഇൻക്ലൂഡ് അക്കൗണ്ട് അസറ്റ്, എക്സ്പെൻസ്, ഇൻകം ആൻഡ് ലോസ്. അതായത് ഒരു പേഴ്സണിനെ റിലേറ്റഡ് ആയിട്ടല്ല ഇംപേഴ്സണൽ അക്കൗണ്ടിൽ വരുന്നത്. അതിൽ ഒരു അസറ്റിനെയോ അല്ലെങ്കിൽ ഒരു എക്സ്പെൻസിനെയോ ഒരു ഇൻകമിനെയോ ലോസിനെയോ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ഇംപേഴ്സണൽ അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇംപേഴ്സണൽ അക്കൗണ്ടിനെ രണ്ടായിട്ട് തരംതിരിക്കുക. റിയൽ അക്കൗണ്ട് എന്നും നോമിനൽ അക്കൗണ്ട് എന്നും. റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റിനെയും പ്രോപ്പർട്ടീസിനെയും റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിനെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഈ റിയൽ അക്കൗണ്ട് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ടാഞ്ചിബിൾ അസറ്റും ഇൻടാഞ്ചിബിൾ അസറ്റും.
അതായത് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പർശിക്കാൻ പറ്റുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത് എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്, അതിൽ ക്യാഷ്, ബിൽഡിങ്, ഫർണിച്ചർ ഒക്കെ എന്താണ് ടാഞ്ചിബിൾ അസറ്റാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ഗുഡ് വില്ല്, പാറ്റൻറ്റ്, ട്രേഡ് മാർക്ക്, അതായത് അതിൻ്റെ വിശ്വസ്തത ഒക്കെ നമുക്ക് ഒരു ബിസിനസ്സിലുള്ള വിശ്വസ്തത ഒക്കെ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. അതിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നു. അതിൻ്റെ ഈ നോമിനൽ, അതായത് ഇംപേഴ്സണൽ അക്കൗണ്ട്, അതായത് ഇംപേഴ്സണൽ അക്കൗണ്ടിലെ റിയൽ അക്കൗണ്ടിൻ്റെ റോള് എന്ന് പറഞ്ഞാണെങ്കിലും ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ അങ്ങോട്ട് വരുന്നത് അതിനെയാണ് നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് പറഞ്ഞാൽ വാട്ട് ഗോസ് ഔട്ട്, നമ്മളിത് കയ്യിൽ നിന്ന് എന്താണോ പോകുന്നതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് എന്ന്. പിന്നെ പറയാനുള്ളതാണ് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട്, ദിസ് അക്കൗണ്ട് റിലേറ്റഡ് ടു എക്സ്പെൻസ്, ലോസ്, ഇൻകം ആൻഡ് ഗെയിൻസ്. അത് എക്സ്പെൻസിനെയോ ലോസിനെയോ ഇൻകംസിനെയോ ഗെയിൻസിനെയോ പറയുന്നതിനെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിലുള്ള എക്സാമ്പിളാണ് സാലറി അക്കൗണ്ട്. അത് നമ്മളെ കയ്യിൽ നിന്നും എക്സ്പെൻസ് ആയിട്ട് പോവുക അല്ലെങ്കിൽ ലോസ് ആയിട്ട് പോവുക, അതിനെയാണ് നമ്മൾ നോമിനൽ അക്കൗണ്ട്. അതിലുള്ള എക്സാമ്പിൾസ് സാലറി നമ്മൾ കൊടുക്കണം അല്ലേ, റെൻറ്റ് നമ്മൾ കൊടുക്കണം, ഇൻട്രസ്റ്റ് റെസീവ്ഡ്, കമ്മീഷൻ പെയ്ഡ്, അതൊക്കെ എന്താണ് നോമിനൽ അക്കൗണ്ടാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ഓൾ എല്ലാ എക്സ്പെൻസസ് ആൻഡ് ലോസിനെയും ഡെബിറ്റ് എന്നും, പിന്നെ എന്താണ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസിന് എന്താണ് ഇൻകംസ് ആൻഡ് ഗെയിൻസിന് നമ്മൾ എന്ത് പറയുന്നത് ക്രെഡിറ്റ് എന്നും പറയുന്നു. നമുക്ക് ഇൻകംസിനെയും ഗെയിൻസിനെയും നമ്മൾ ക്രെഡിറ്റ് എന്നും പറയുന്നു. ഓക്കെ. മറ്റേത് പേഴ്സണൽ റിയൽ അക്കൗണ്ടിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, എന്താണ് അങ്ങോട്ട് വരുന്നത് ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് അല്ലേ. ഓക്കെ. ഇനി ഇതിൽ നെക്സ്റ്റ് പറയാനുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റം. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ വെർ എവറി ട്രാൻസാക്ഷൻ ആസ് ടു എഫക്റ്റ്, അതായത് ഡെബിറ്റ് ക്രെഡിറ്റ്. അതായത് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, വേർ എവറി, അതായത് ബിസിനസ് റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. അത് രണ്ട് ഇഫക്റ്റിലുണ്ട്, ഡെബിറ്റിലും ക്രെഡിറ്റിലും. കാരണം ഓരോ ട്രാൻസാക്ഷനും രണ്ട് അക്കൗണ്ട്, ഈ സിസ്റ്റത്തിൽ അക്കൗണ്ടിങ് ഇക്വേഷൻസ് ബാലൻസ് ആയിട്ട് വരികയും ചെയ്യും. കാരണം ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ബാലൻസ് ആയിട്ട് വരികയാണെങ്കിലാണ് അത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലായിട്ട് കാൽക്കുലേറ്റ്. ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എവറി ട്രാൻസാക്ഷൻ ആൻഡ് ടു ആക്സെപ്റ്റ് റിസീവിങ് ആൻഡ് ഗിവിങ്. അതായത് രണ്ട് ആക്സെപ്റ്റുകളുണ്ട്, ഒന്ന് റിസീവിങ്, രണ്ട് മറ്റേത് ഗിവിങ്. അതിൽ ഡെബിറ്റിൽ ക്രെഡിറ്റ് ഇൻ എവറി എൻട്രി, ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ഇൻ എവറി എൻട്രി. ഡെബിറ്റിൽ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ള എവറി ഡെബിറ്റിന് ഈക്വൽ ആയിട്ട് എന്താണ് നമ്മൾ എല്ലാ എൻട്രിയിലും ക്രെഡിറ്റ് ആയിട്ടുള്ള എമൗണ്ടും കൂടി ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. എൻഷുർ ആക്യുറസി ആൻഡ് ഹെൽപ്സ് ഡിറ്റക്ട് ഇറേഴ്സ്. പിന്നെന്താണ് നമുക്ക് ആക്യുറസി എൻഷുർ ചെയ്യാനും പിന്നെന്താണ് ഇറേഴ്സ് ഡിറ്റക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഷോസ് കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഓഫ് ബിസിനസ്. അതായത് നമ്മളെ എല്ലാ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ കാണിക്കും. പിന്നെന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ റൂൾസ്, അതായത് പേഴ്സണലിൻ്റെ റൂള്, പിന്നെ റിയൽ അക്കൗണ്ടിൻ്റെയും നോമിനൽ അക്കൗണ്ടിൻ്റെ ഒക്കെ റൂളുകൾ അവിടെ എന്ത് ചെയ്യും, ഫോളോ ചെയ്യുന്നുണ്ട് അല്ലേ. അക്കൗണ്ടിങ് റൂളുകളായ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ടിൻ്റെ ഒക്കെ റൂളുകൾ അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് പ്രൊവൈഡ് കംപ്ലീറ്റ് ആൻഡ് റിലയബിൾ
റെക്കോർഡ്. ഇവിടെ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുള്ളതും റിലയബിൾ ആയിട്ടുള്ള റെക്കോർഡും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഈ ഡബിൾ എൻട്രി സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ മിനിമൈസ് ഇറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, അതായത് ഇതിൽ നിന്ന് ഉള്ള ഫ്രോഡുകൾ അതൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിലുള്ള ഇററുകൾ അല്ലെങ്കിൽ ഫ്രോഡിൻ്റെ ഫ്രോഡ് ഇതൊക്കെ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് കുറച്ച് വന്നിട്ട് അക്കൗണ്ട് ക്ലിയർ ആക്കാൻ മാക്സിമം നോക്കുകയാണ് ചെയ്യുന്നത്. ഷോസ് ദ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻസ്, നമുക്ക് ഈ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇപ്പോഴത്തെ നമ്മളെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. ഇനി അതിലുള്ള എക്സാമ്പിൾസ് ആണ് ബോട്ട് ഫർണിച്ചർ ഫോർ 10,000 ഇൻ ക്യാഷ്. 10,000 ക്യാഷിൽ നമ്മൾ ഫർണിച്ചർ വാങ്ങി. അപ്പോൾ അതിലുള്ള അക്കൗണ്ട് ഏതാണ് ഫർണിച്ചർ അക്കൗണ്ടും ആണ് ക്യാഷ് അക്കൗണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ഫർണിച്ചർ വാങ്ങിയിട്ടാണ്. അപ്പോൾ അതിൽ വരുന്ന 2 അക്കൗണ്ടുകളാണ് എന്ത് ഫർണിച്ചർ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഇതിൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കും. കാരണം നമ്മൾ ഫർണിച്ചർ നമുക്ക് കിട്ടി അല്ലേ, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് ക്യാഷ് അക്കൗണ്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് അവിടെ ക്രെഡിറ്റ് ആയിട്ടും ഫർണിച്ചർ അക്കൗണ്ട് അവിടെ ഡെബിറ്റ് ആയിട്ടും വന്ന്. അപ്പോൾ എന്താണ് രണ്ടാ ഈക്വൽ, ആ ഡെബിറ്റ് എമൗണ്ട് ക്രെഡിറ്റ് എമൗണ്ടിന് ഈക്വൽ ആയിട്ട്, അതാണ് നമ്മൾ പറഞ്ഞത്. ആ ഡെബിറ്റ് എന്നൊക്കെയാണെങ്കിൽ നമ്മൾ മേലെ പോയിന്റ് പറഞ്ഞു അല്ലേ, ഡെബിറ്റ് ഈക്വൽ ടു ക്രെഡിറ്റ് ഇൻ എവറി എൻട്രി. ഡെബിറ്റ് ആ ക്രെഡിറ്റിന് ഈക്വൽ ആയിട്ട് നമ്മൾ ആ എല്ലാ 2 എൻട്രികളിലും നമ്മൾ പറയും എന്നുള്ളത് പറഞ്ഞു. കാരണം ഇവിടെ ഒരു നമ്മളിലേക്ക് 10,000 രൂപയുടെ ഫർണിച്ചർ നമ്മളെ കയ്യിലെത്തി. പക്ഷെ എന്താണ് ക്യാഷ് നമ്മൾ 10,000 കൊടുത്തിട്ടാണ് അത് എത്തിയത്. അപ്പോൾ അതിൽ ആ ഡെബിറ്റിലും ക്രെഡിറ്റിലും ആ എമൗണ്ട് കാണിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടേമുകൾ, അതായത് അക്കൗണ്ടിങ് ടേമുകൾ നമുക്ക് നോക്കാനുണ്ട്. എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് നമ്മൾ യൂസ് ചെയ്തതിന് ടേമുകൾ ഏതൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതിലാണ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്നാൽ എന്താണ്? An entity is any business unit or organization for which financial information is recorded, maintained and reported. അതായത് ഒരു എൻറ്റിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഏതൊരു ബിസിനസ് യൂണിറ്റിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ അതിൽ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഈസ് റെക്കോർഡഡ്, മെയിൻറ്റെയിൻ ആൻഡ് റിപ്പോർട്ടഡ്. ഒരു ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ റെക്കോർഡ് ചെയ്യുന്നതിന്, മെയിൻറ്റെയിൻ ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ബിസിനസ്സിലെയോ ഒരു ഓർഗനൈസേഷനിലെയോ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ റെക്കോർഡിനോ മെയിൻ്റെനൻസ് റിപ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയാം. അതായത് പിന്നെ നെക്സ്റ്റ് നമുക്ക് പറഞ്ഞത് അക്കൗണ്ടിങ്ങിലെ മെയിനായിട്ട് നടക്കുന്നത് ട്രാൻസാക്ഷൻ അല്ലേ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ ട്രാൻസാക്ഷൻ എന്താണെന്ന്. അപ്പോൾ ട്രാൻസാക്ഷൻ ഇൻ അക്കൗണ്ട് ഈസ് എനി ബിസിനസ് ആക്ടിവിറ്റി ദാറ്റ് involve money and cause a change in the financial position of the business. അതായത് ഏതൊരു ബിസിനസ് ആക്ടിവിറ്റിയിലും നമ്മൾ ഫിനാൻഷ്യൽ പൊസിഷന് മണി അത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ബിസിനസ് ആക്ടിവിറ്റി ദാറ്റ് ഇൻവോൾവ് മണി ആൻഡ് കോസ് എ ചേഞ്ച് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ, അതായത് ആ ഇതിൻ്റെ ആക്ടിവിറ്റിയിൽ നമുക്ക് ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ, ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനിൽ നമ്മൾ എന്താണ് പൈസ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലേ. It is an event that can be measured in monetary terms and therefore recorded in the books of account. ഇതെന്താണ് ഈ വാല്യൂ നമ്മളൊരു അതായത് മോണിറ്ററി ടേമിലാണ് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത്. അതൊരു ബുക്ക് ഓഫ് അക്കൗണ്ടിൽ ഒരു മോണിറ്ററി ടേമിലാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസാക്ഷൻ ഇൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ബൈയിങ് ഗുഡ് ഫോർ ക്യാഷ്, സെല്ലിംഗ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്,
പേയിങ് സാലറി, റിസീവിങ് ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സ്, ഇതൊക്കെ എന്താണ് അക്കൗണ്ടിങ്ങിൽ നടക്കുന്ന ട്രാൻസാക്ഷനാണ്. അതായത് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഗുഡ്സ് വാങ്ങി, പിന്നെ നമ്മൾ ക്രെഡിറ്റിന് ഗുഡ്സ് വിറ്റു, അതായത് സെല്ലിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് കാർഡായിട്ട് നമ്മൾ വിറ്റു, എന്നാലും നമുക്ക് എന്താണ് വരാനുള്ളത് ക്യാഷാണ്. അതായത് മോണിറ്ററി ടേംസ് ആയിട്ടാണ് നമുക്ക് വരാനുള്ളത്. പിന്നെ പേയിങ് സാലറി നമ്മൾ കൊടുത്തു ക്യാഷ് ആയിട്ട് അല്ലേ. റിസീവിങ് ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സിൽ നിന്ന് നമ്മൾ ക്യാഷ് വാങ്ങിച്ചു. ഇതൊക്കെ എന്താണ് ഈ ക്യാഷ് മോണിറ്ററി ടേംസിൽ തന്നെയാണ് നമ്മളെല്ലാ ട്രാൻസാക്ഷനും ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു അക്കൗണ്ടിങ്ങിൽ മെയിൻ ആയിട്ടുള്ളതാണ് ക്യാപിറ്റൽ എന്താണെന്ന് അറിയാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ എ ബിസിനസ്. അതൊരു ബിസിനസ്സിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്താ പറയുക ക്യാപിറ്റൽ എന്ന് പറയുക. ഇറ്റ് ഇൻക്ലൂഡ് ക്യാഷ്, ഗുഡ്സ് ആൻഡ് അതർ അസറ്റ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ ഓണർ ടു സ്റ്റാർട്ട് ടു റൺ ദ ബിസിനസ്. അതായത് ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാഷ് മാത്രം ആയിക്കോണമെന്നില്ല, ഗുഡ്സ് ആവാം, പിന്നെ വേറെ എന്തെങ്കിലും അസറ്റുകളാകാം. അതായത് ഒന്നെങ്കിൽ ബിൽഡിങ് ഒക്കെ, ലാൻഡൊക്കെ ബിസിനസ് ഓണർത് എടുത്തിട്ട് തന്നെ നമ്മളവിടെ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എന്താണ് അതൊക്കെ അസറ്റാണ്. ഇപ്പം നമ്മളെ കയ്യിൽ കുറച്ച് ഫർണിച്ചറുകളുണ്ട്, അപ്പം നമ്മളത് ആ ഫർണിച്ചർ നമ്മൾ ആ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത്, അപ്പോൾ അതൊരു അസറ്റാണ്, അതൊരു ക്യാപിറ്റലാണ്. പിന്നെ ക്യാഷ് ആയാലും ഗുഡ്സ് ആയാലും ഏത് തരത്തിലുള്ള അസറ്റുകളാണെങ്കിലും ഒക്കെ എന്താണ് ക്യാപിറ്റലായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഓണേഴ്സ് ക്ലെയിം ഓൺ ദ ബിസിനസ്. ഇത് ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഓണേഴ്സിൻ്റെ ക്ലെയിമിനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അത് ഓണേഴ്സിൻ്റെ ക്ലെയിമായിട്ടാണ് ബിസിനസ്സിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ക്യാപിറ്റൽ ഇൻക്രീസസ് വെൻ ദ ഓണർ ഇൻവെസ്റ്റ് മോർ ഓർ പ്രോഫിറ്റ് ആർ ഏൺഡ്. അതായത് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഓണറിൻ്റെ ഇൻവെസ്റ്റ് കൂടുതലാവുമ്പോഴാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യണതൊക്കെ എന്താണ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. ഒന്നെങ്കിൽ ഓണറിൻ്റെ ഇൻവെസ്റ്റ് കൂടുതലാവുമ്പോഴോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. ക്യാപിറ്റൽ ഡിക്രീസസ് വെൻ ദ ഓണർ വിഡ്രോ മണി ഓർ വെൻ ദ ബിസിനസ് മേക്ക് ലോസസ്. അത് ക്യാപിറ്റൽ ഡിക്രീസ് ആവുന്നത് നമ്മൾ അതായത് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പണം ഓണർ തന്നെ വിഡ്രോ ചെയ്യുകയാണെങ്കിലും, പിന്നെ അല്ലെങ്കിൽ ബിസിനസ് ലോസ് ആവുമ്പോഴുമാണ് എന്ത് ക്യാപിറ്റൽ ഡിക്രീസ് ആവുക. ഇൻക്രീസ് ആവുന്നത് എപ്പോഴാണ് ഓണർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും പിന്നെന്താണ് പ്രോഫിറ്റ് ഏൺ ചെയ്യുമ്പോഴുമാണ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അത് രണ്ടൊന്നും മനസ്സിലാക്കിയിരിക്കണേ. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ടോട്ടൽ അസറ്റിൽ നിന്ന് നമ്മൾ ഔട്ട്സൈഡിലുള്ള ലയബിലിറ്റി മൈനസ് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ലയബിലിറ്റീസ് എന്താണെന്ന് അല്ലേ നമ്മൾ കേൾക്കുന്നതാണ് ബിസിനസ്സിൽ ത്രൂ ഔട്ടുള്ള ലയബിലിറ്റീസ് എന്നാൽ കടം അല്ലേ. അപ്പോൾ എന്താണ് ലയബിലിറ്റീസ് ആർ ദ എമൗണ്ട് ദാറ്റ് എ ബിസിനസ് ഓസ് ടു ഔട്ട്സൈഡേഴ്സ്. അതായത് നമ്മൾ എമൗണ്ട് ഔട്ട്സൈഡേഴ്സിൽ നിന്ന് നമ്മൾ ബിസിനസ് തുടങ്ങാനും വേണ്ടിയിട്ട് അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ക്യാഷ് എടുക്കുക അല്ലേ. ക്യാഷ് പേയ്മെൻറ്റ് ചോദിക്കുക, ക്യാഷായിട്ടോ അല്ലെങ്കിൽ എന്താണ് വേറെ എന്തെങ്കിലും ആയിട്ട് ഗുഡ്സായിട്ടോ ഒക്കെ നമ്മൾ പേയ്മെൻറ്റ് ചോദിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ദേ ആർ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ ആൻഡ് മസ്റ്റ് ബി പെയ്ഡ് ഇൻ ഫ്യൂച്ചർ. അതെന്തായാലും അത് ഫ്യൂച്ചറിൽ നമ്മളത് പെയ്ഡ് ചെയ്യേണ്ടി വരും. എന്തായാലും കടം വാങ്ങിയാൽ നമ്മൾ കൊടുക്കണ്ടേ, അപ്പോൾ അത് നമ്മൾ പെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെയാണ് നമ്മൾ ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ലയബിലിറ്റീസിൻ്റെ എക്സാമ്പിൾസുകളാണ് ലോൺ ഫ്രം ബാങ്ക്, ക്രെഡിറ്റേഴ്സ്, അതായത്
എമൗണ്ട് നമ്മൾ സപ്ലൈസിന് എമൗണ്ട് കൊടുക്കാനുണ്ടാവുക. പിന്നെന്താണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഓർ വേജസ്. നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ആയിട്ട് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആയിട്ട് നമുക്ക് ഇതായിട്ട് വരാം, ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആയിട്ട് വരാം. പിന്നെ ബിൽസ് പേയബിള്, പിന്നെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് ചിലവുകളൊക്കെ വരുമ്പോൾ നമ്മൾ കടത്തിലേക്ക് തന്നെ നമുക്ക് കിട്ടുന്നതിനെക്കാട്ടും ചിലവാക്കുകയാണെങ്കിൽ നമുക്കവിടെ എന്താ ലയബിലിറ്റി വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഇനി അസറ്റ് എന്താണെന്നുള്ളത്. അസറ്റ് പറഞ്ഞാൽ റിസോഴ്സ് ഓൺ ബൈ എ ബിസിനസ് ദാറ്റ് എക്കണോമിക് വാല്യൂ ആൻഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ്. അത് ഫ്യൂച്ചർ ബെനിഫിറ്റിനും വേണ്ടിയിട്ട് നമ്മൾ ഒരു റിസോഴ്സ് അല്ലെങ്കിൽ അതായത് ഒരു ബിസിനസ്സിൽ നമ്മളൊരു എക്കണോമിക് വാല്യൂ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒരു ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മളൊരു റിസോഴ്സ് ഓൺ ചെയ്യുക. അതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അതായത് അസറ്റ് എന്നത് സിംപ്ലി പറഞ്ഞാൽ തിങ്സ് ദാറ്റ് ബിസിനസ് ഓൺസ് ആൻഡ് ക്യാൻ യൂസ് ടു ഏൺ മണി. അതായത് നമ്മളൊരു ക്യാഷ് ഏൺ ചെയ്യാനും വേണ്ടിയിട്ട്, നമ്മൾ ക്യാഷ് ഏൺ ചെയ്യാനും വേണ്ടിയിട്ട് ബിസിനസ്സിന് നമ്മളുടേതായിട്ടുള്ള നമ്മളുടേതായിട്ടുള്ള ഒരു യൂസ് ചെയ്യുക അല്ലേ. നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ അതിലേക്ക് ഓൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുക. അതിൽ എക്സാമ്പിൾസാണ് ക്യാഷ്, ലാൻഡ്, ബിൽഡിംഗ്, മെഷീനറി, സ്റ്റോക്ക്, വെഹിക്കിൾസ്, ഫർണിച്ചർ, പാറ്റൻ്റ്. അതായത് നമ്മൾ എന്തും അതിലൊരു നമ്മളുടേതായിട്ടുള്ളൊരിത് ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റുകൾ തന്നെ അസറ്റുകളെ നമുക്ക് ക്ലാസിഫൈ ചെയ്ത്, അതായത് കറണ്ട് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നായിട്ട് തരം തിരിക്കാം. അതിൽ കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാണെങ്കിൽ അസറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്ത് 1 year. ദേ ആർ ഷോർട്ട് ടേം അസറ്റ്. അതായത് ക്യാഷ് ആയിട്ട് ഒരു 1 year, ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ പീരീഡ് പറഞ്ഞാൽ 6 month 1 year, അപ്പോൾ ഒരു 1 year എന്തായിരിക്കും നമ്മൾ അസറ്റിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞാൽ ഷോർട്ട് ടേം അസറ്റുകളാണ്. അതിന് എക്സാമ്പിൾസാണ് ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഇൻവെൻറ്ററി, സ്റ്റോക്കുകൾ, ഡെപ്റ്റേഴ്സ്, ബിൽസ് റെസീവബിൾ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒക്കെ എന്താണ് കറണ്ട് അസറ്റിൽ പെട്ടിട്ടുള്ളതാണ്. ഇനി ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്നാൽ അസറ്റ് ദാറ്റ് ആർ യൂസ്ഡ് ഫോർ ലോങ് ടേം പർപ്പസ് ആൻഡ് ഗിവ് ബെനിഫിറ്റ് മോർ ദാൻ 1 year. അതായത് ലോങ് ടേം പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ അസറ്റുകളെ യൂസ് ചെയ്യുന്നതിനെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നോക്കുകയാണെങ്കിൽ 1 yearനെക്കാട്ടി 1 yearൽ നമ്മൾ എന്തായിരിക്കും മോർ ബെനിഫിറ്റ് ഉണ്ടാവും. അത് നമുക്ക് റീസെയിൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഓക്കെ, അതിന് എക്സാമ്പിൾസ്. ഇപ്പോൾ ഇത് ലാൻഡ് നമ്മൾ ആ ബിസിനസ് തീരുമ്പോഴും നമുക്ക് ആ ലാൻഡ് ആവശ്യമുണ്ടാവും. അതേപോലെ ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ, വെഹിക്കിൾ ഒക്കെ എന്താണ് നമുക്ക് ആ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആവശ്യമായിട്ടുള്ള ഇതാണ്. അത് നമുക്കത് റീസെയിൽ ചെയ്യാൻ പറ്റുന്നതല്ല. നെക്സ്റ്റ് ആണ് ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്നാൽ ദാറ്റ് ഹാവ് ഫിസിക്കൽ ഫോം. അതായത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു അല്ലേ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്. മെഷീനറി, ബിൽഡിംഗ്, ഫർണിച്ചർ, ലാൻഡ്, വെഹിക്കിൾ, അതൊക്കെയാണ് ടാഞ്ചിബിൾ അസറ്റിൽ. പിന്നുള്ളത് ഇൻടാഞ്ചിബിൾ അസറ്റ് ദാറ്റ് ഹാവ് വാല്യൂ ബട്ട് നോ ഫിസിക്കൽ ഫോമിലല്ലാത്ത അസറ്റുകൾ, അതായത് വാല്യൂ ഉള്ള അസറ്റുകളാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾസാണ് ഗുഡ് വില്ല്, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, സോഫ്റ്റ്വെയർ, ബ്രാൻഡ് നെയിം ഒക്കെ എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. അതായത് അതിൻ്റെ ബ്രാൻഡ് നെയിമൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നതാണ്. പക്ഷെ അത് ആ ബ്രാൻഡ് നെയിം ഇങ്ങനെ ഇതായിട്ട് ആ ബിസിനസ്സിൽ ഇങ്ങനെ നിലനിന്ന് പോകുന്ന ഒന്നാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റവന്യൂ.
എന്ന് പറഞ്ഞാൽ റവന്യൂ ഇസ് ദ ടോട്ടൽ മണി ബിസിനസ് ഏൺ ബൈ സെല്ലിംഗ് ഈസ് ഗുഡ് ഓർ സർവീസസ് ഡ്യൂറിങ് സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരിയഡിൽ നമ്മൾ ബിസിനസ് ഏൺ ചെയ്യുക, ടോട്ടൽ മണി ഏൺ ചെയ്യുക, അതിനെയാണ് നമ്മൾ റവന്യൂ എന്ന് പറയുന്നത്. അത് റവന്യൂ എന്നൊക്കെ ആണെങ്കിൽ അതൊരു പ്രോഫിറ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അല്ലേ. നമ്മളൊരു ബിസിനസ് ചെയ്ത് ചെറിയൊരു എമൗണ്ട് നമുക്ക് എന്തായിരിക്കുക, അതായത് നമ്മൾ ഗുഡ്സോ സർവീസോ ഇതാക്കുമ്പോഴുള്ള ഒരു ഏണിങ് നമുക്ക് കിട്ടുക, പക്ഷെ അതിലുള്ള ലാഭമായിട്ട് അത് കണക്കാക്കില്ല. റവന്യൂ സ്റ്റാർട്ടിങ് പോയിന്റ് ഇൻ ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റായിട്ട് നമ്മൾ റവന്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എന്താണ്, റവന്യൂ മൈനസ് എക്സ്പെൻസ്. അതായത് എക്സ്പെൻസും റവന്യൂവും കൂടെ മൈനസ് ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ് പ്രോഫിറ്റ്. ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി, ആ സാധനം വിറ്റു, പക്ഷേ അതിൽ പ്രത്യേകിച്ച് പ്രോഫിറ്റുകളോ കാര്യങ്ങളോ നമ്മൾ വാങ്ങിയ സാധനം നമ്മൾ വിറ്റു, അത്രയേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ കൂടുതലായിട്ട് ലാഭത്തിൽ വിൽക്കുമ്പോഴാണ് അതിന് പ്രോഫിറ്റ് വരുന്നത്. അതായത് നമ്മൾ വാങ്ങിയ എക്സ്പെൻസിൽ നിന്ന്, അതായത് നമ്മൾ റവന്യൂവിൽ നിന്ന് നമ്മൾ വാങ്ങിയ എക്സ്പെൻസ് മൈനസ് ചെയ്ത് കിട്ടുന്ന ബാക്കി എമൗണ്ടാണ് എന്ത്, അത് പ്രോഫിറ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എ ഷോപ്പ് സെൽസ് ക്ലോത്ത് വർത്ത് 50,000. അതായത് നമ്മളൊരു ഷോപ്പ് ക്ലോത്തുകൾ 50,000 വർത്തായിട്ടുള്ള ക്ലോത്ത് വിൽക്കുക. അപ്പോൾ അതെന്താണ്, അതിൻ്റെ റവന്യൂ എന്നത് 50,000. ട്യൂഷൻ സെൻറ്റർ കളക്ട് 20,000 ആസ് മന്ത്ലി ഫീസ്, അതിൻ്റെ റവന്യൂ ഇടുക. കാരണം നമ്മളൊരു ഷോപ്പിൽ ക്ലോത്ത്, അതായത് 50,000 വർത്തായിട്ടുള്ള ക്ലോത്ത് നമ്മൾ വിറ്റാൽ 50,000 കിട്ടുള്ളൂ അല്ലേ. പിന്നെ ട്യൂഷൻ സെൻറ്ററിൽ നമ്മൾ 20,000 കളക്ട് ചെയ്യണം, ഒരു മന്ത്ലി ഫീ ആയിട്ട്. അപ്പോൾ എന്താണ് അതിൽ, അത് നമ്മൾ ചെയ്ത ഒരു ഇതിനും വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ ട്യൂഷൻ ക്ലാസ് എടുത്തു, അതിനുള്ള പൈസ നമുക്ക് കിട്ടി അല്ലേ. അങ്ങനെ ഇതിപ്പോൾ നമുക്ക് റവന്യൂ ഇതായിട്ട് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ ആ ഇതിന് വേണ്ടിയിട്ട്, ട്യൂഷന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ എക്സ്പെൻസ് ചെയ്ത് ഒക്കെ ഇതിൽ നിന്ന്, ഈ റവന്യൂവിൽ നിന്ന് മൈനസ് ചെയ്ത് കിട്ടുമ്പോഴാണ് നമുക്കതൊരു പ്രോഫിറ്റായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് വണ്ണാണ് എക്സ്പെൻസ്. എന്താണ് എക്സ്പെൻസ്? എക്സ്പെൻസ് ആർ ദ കോസ്റ്റസ് എ ബിസിനസ് സ്പെൻഡ് ടു റൺ ഇറ്റ്സ് ഡെയിലി ഓപ്പറേഷൻ ആൻഡ് ഏൺ റവന്യൂ. റവന്യൂ ഏൺ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റുകളെയാണ് എന്ത് പറയുക, എക്സ്പെൻസ് എന്ന് പറയുന്നത് അല്ലേ. റവന്യൂ ഏൺ ചെയ്യാനും വേണ്ടി നമ്മൾ ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റുകളെയാണ് എക്സ്പെൻസ്. എക്സ്പെൻസ് റെഡ്യൂസ് പ്രോഫിറ്റ്. എക്സ്പെൻസ് കുറഞ്ഞാൽ എന്താണ്, എക്സ്പെൻസ് കുറക്കണമെങ്കിൽ പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യണം. എക്സ്പെൻസ് റെഡ്യൂസ്, അത് എക്സ്പെൻസ് റെഡ്യൂസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് എക്സ്പെൻസസ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യാനാണ്, റെഡ്യൂസ് ചെയ്യാൻ കാരണം. എക്സ്പെൻസ് കൂടിയാൽ നമ്മളെ എന്താണ്, പ്രോഫിറ്റ് കുറയാണ് ചെയ്യുക. ദേ ആർ റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഈ എക്സ്പെൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യുക, എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റവന്യൂ മൈനസ് എക്സ്പെൻസ് ആണ്. അപ്പം എന്താണ്, ഈ എക്സ്പെൻസ് നമ്മൾ എന്താണ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അതിന് എക്സാമ്പിൾസ് ആണ് പേയിങ് സാലറി ടു എംപ്ലോയി, പേയിങ് റെൻറ്റ് ഫോർ ഷോപ്പ്, ബൈയിങ് സ്റ്റേഷനറി, ഇലക്ട്രിസിറ്റി ബില്ല്, അഡ്വർടൈസിങ് കോസ്റ്റ് ഒക്കെ എന്താണ് ഈ എക്സ്പെൻസിന്. കാരണം നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എംപ്ലോയീസിന് സാലറി കൊടുക്കണം, പിന്നെന്താണ് ആ ഷോപ്പിന് അല്ലെങ്കിൽ ഓഫീസിന് നമ്മൾ റെൻറ്റ് കൊടുക്കണം, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് ബൈ ചെയ്യണം, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യണം, പിന്നെ അഡ്വർടൈസിങ് കോസ്റ്റുകൾ, എന്താണ് നമ്മൾ ഇത് നടത്താനുള്ള അഡ്വർടൈസ്മെൻറ്റിന് കോസ്റ്റുകൾ കൊടുക്കേണ്ടതായിട്ട് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് പർച്ചേസ്. പർച്ചേസ് എന്നാൽ എന്താണ്,
Purchase means buying goods or item by a business mainly for the purpose of reselling or producing other goods. അതായത് ഗുഡ്സോ അല്ലെങ്കിൽ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സോ അല്ലെങ്കിൽ ഐറ്റംസോ നമ്മളെന്ത് ചെയ്യുക, ഐറ്റംസോ നമ്മൾ വാങ്ങാം. ഓക്കെ, മെയിൻലി ഇത് റീസെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസിങ് വേറൊരു ഗുഡ്സ് ഉണ്ടാക്കാനോ, അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങാം, നമ്മൾ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, ഗുഡ്സ് അല്ലെങ്കിൽ വേറെ ഐറ്റങ്ങൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രൊഡക്ഷൻ എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ബിസിനസ് ആണെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷൻ യൂണിറ്റുകളാണെങ്കിൽ അതാണ് നമ്മൾ ബിസിനസ് എങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. അതിനൊക്കെയാണ് എന്താ നമ്മൾ പറയുക, പർച്ചേസ് എന്ന് പറയാം. ഇഫ് ദ ബിസിനസ് ബൈസ് ഗുഡ്സ് ഇറ്റ് ഈസ് കാൾഡ് പർച്ചേസ്. അതായത് ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് വാങ്ങുന്നതിനെ നമ്മൾ പർച്ചേസ് എന്ന്. ഇഫ് ദ ബിസിനസ് ബൈ അസെറ്റ് ലൈക്ക് മെഷീനറി ഫർണിച്ചർ വെഹിക്കിൾ ഇറ്റ് ഈസ് നോട്ട് കാൾഡ് പർച്ചേസ്. അതായത് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള അസറ്റുകൾ വാങ്ങുന്നതിനെ നമ്മൾ പർച്ചേസ് എന്ന് പറയാം. ഇറ്റ് ഈസ് കാൾഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അതായത് നമ്മൾ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അസറ്റുകളെ ഒന്നും നമ്മൾ അസറ്റുകൾ വാങ്ങുന്നതിന് നമ്മൾ പർച്ചേസ് എന്ന് പറയില്ല. ഒന്നെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന, അതായത് നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് നടത്താനുള്ള പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന സാധനങ്ങളെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നുള്ളൂ. പക്ഷെ നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന മെഷീനറീസുകളോ ഫർണിച്ചറുകളോ വെഹിക്കിൾസോ ഒന്നും നമ്മൾ എന്താണ് അത് പർച്ചേസ് അല്ല, അത് അസറ്റായിട്ട് നമ്മൾ കണക്കാക്കുകയുള്ളൂ. ഓക്കെ, ഇനി അതുപോലെ ഗ്രോസറി ഷോപ്പ് ബൈ റൈസ് ബാഗ് അതായത് ഗ്രോസറി ഷോപ്പുകൾ റൈസ് ബാഗുകൾ വാങ്ങുക എന്നാൽ അതൊരു പർച്ചേസാണ്. ടെക്സ്റ്റൈൽ ഷോപ്പ് ബൈ ഷർട്ട് ഫ്രം എ ഹോൾസെയിലർ. പിന്നെ ഫർണിച്ചർ മേക്ക് ബൈസ് വുഡ്, അത് എന്നാൽ പർച്ചേസ് ആക്കണം. അതായത് നമ്മൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ വുഡ് വാങ്ങുകയാണെങ്കിലും അത് കാരണം അത് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വാങ്ങണ അതല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് എന്താണ് ഒരു പർച്ചേസ് അക്കൗണ്ടായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഇനി വരുന്നതാണ് സെയിൽസ്. സെയിൽസ് എന്നൊക്കെയാണ് ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് സോൾഡ് ഓർ സർവീസ് പ്രൊവൈഡ് ബൈ ബിസിനസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. അതായത് ഒരു അക്കൗണ്ടിങ് പീരിയഡിൽ നമ്മൾ ഗുഡ്സുകളൊക്കെ വിറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന സർവീസുകൾ വിറ്റിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബിസിനസ് സെയിൽസ് ക്രിയേറ്റ് ചെയ്യുക റവന്യൂ, അതായത് ബിസിനസ്സിൻ്റെ ഒരു റവന്യൂ ആയിട്ടാണ് നമ്മൾ സെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെയിൽസ് ക്യാൻ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. അതായത് സെയിൽസിനെ നമുക്ക് ക്യാഷ് സെയിൽസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസോ ആയിട്ട് പറയാം. കാരണം സെയിൽസ് അപ്പിയർ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. പിന്നെ സെയിൽസിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ അതിനെ നമ്മൾ എന്താണ് ട്രേഡിംഗ് അക്കൗണ്ടായിട്ടാണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഷോപ്പിൽ നമ്മൾ ഷർട്ടുകൾ 10,000 വർത്ത് ആയിട്ടുള്ള ഷർട്ടുകൾ നമ്മൾ സെല്ല് ചെയ്ത്, അപ്പോൾ അവിടെ ഒരു 10,000 സെയിൽസ് നടന്നെന്ന് പറയാം. പിന്നെ ഒരു ബേക്കറിയിൽ നമ്മൾ കസ്റ്റമേഴ്സിന് എന്താണ് കേക്കുകൾ സെല്ല് ചെയ്തു, അത് അവിടെയും നമ്മൾ സെയിൽസ് ആയിട്ട് കഴിയാം. പിന്നെ മൊബൈൽ സ്റ്റോർ സെൽ 5 ഫോൺസ്, അതായത് മൊബൈൽ സ്റ്റോറിലും എന്താണ് 5 ഫോൺസുകൾ സെല്ല് ചെയ്താൽ അതും സെയിൽസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഓക്കെ, അതിൽ തന്നെ സെയിൽസ് തന്നെ പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺസും ഉണ്ട്. ഇവിടെ പർച്ചേസ് റിട്ടേൺസും സെയിൽസ് റിട്ടേൺ, അതായത് ഒരു ബിസിനസ് നമ്മൾ ഗുഡ്സ് റിട്ടേൺസ് ദ പർച്ചേസ് ഗുഡ് ടു ദ സപ്ലയർ ഫോർ എനി റീസൺ ഇറ്റ് ഈസ് കാൾഡ് പർച്ചേസ് റിട്ടേൺ. അതായത് നമ്മൾ ബിസിനസ്സിൽ റിട്ടേൺ ചെയ്യുക, റിട്ടേൺസ്
അത് നമ്മൾ പർച്ചേസ് ചെയ്ത ഗുഡ്സ് അത് റിട്ടേൺ വരികയാണെങ്കിൽ നമ്മൾ എന്തിനാ പർച്ചേസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ് എന്ന് പറയും. വെൻ സോൾഡ് ഗുഡ്സ് ആർ റിട്ടേൺ ടു ദ ബിസിനസ് മാൻ ഇറ്റ് ഈസ് കേസ് ഓഫ് സെയിൽസ് റിട്ടേൺ ഓർ അതായത് നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അതായത് നമ്മൾ വിറ്റ സാധനങ്ങൾ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ എന്താണ് അതിന് നമ്മൾ സെയിൽസ് റിട്ടേൺ എന്ന് പറയും. നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം നമുക്ക് റിട്ടേൺ വരികയാണെങ്കിൽ നമ്മളതിനെ പർച്ചേസ് റിട്ടേൺ എന്നും സെയിൽസ് ചെയ്ത സാധനങ്ങൾ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് സെയിൽസ് റിട്ടേൺ എന്നും പറയുന്നു.